സർവവും നഷ്ടപ്പെട്ട് ഒരു വിദ്യാലയത്തിൽ അഭയം തേടിയവർക്കുമേൽ വീണ്ടും അധിനിവേശ സേനയുടെ കൊടും ക്രൂരത. ചൊവ്വാഴ്ച ഇസ്രായേൽ സേന നടത്തിയ വ്യോമാക്രമണത്തിൽ 2 സ്ത്രീകളും കുട്ടികളുമടക്കം 10 ഫലസ്തീനികളാണ് കൊല്ലപ്പെട്ടത്. 15 പേർക്ക് പരിക്കേറ്റതായും ഗസ സിവിൽ ഡിഫൻസ് ഏജൻസി വക്താവ് മഹ്മൂദ് ബസൽ പറഞ്ഞു. ആയിരക്കണക്കിന് അഭയാർത്ഥികൾ താമസിക്കുന്ന മുസ്ത ഹാഫിസ് സ്കൂളിലാണ് യുദ്ധവിമാനങ്ങൾ ബോംബ് വർഷിച്ചത്. കെട്ടിടത്തിന്റെ 2ാമത്തെ നില ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. ഹമാസ് പോരാളികളെ ലക്ഷ്യമിട്ടാണ് സ്കൂളിന് നേരെ ആക്രമണം നടത്തിയത് എന്നാണ് ഇസ്രായേൽ പ്രതിരോധ സേന ന്യായീകരിക്കുന്നത്. അതേസമയം സ്കൂളുകളും ആശുപത്രികളും സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെന്ന ഇസ്രായേൽ ആരോപണം ഹമാസ് നിഷേധിച്ചു. 10 മാസമായി ഗസയിൽ ഇസ്രായേൽ സേന നടത്തിക്കൊണ്ടിരിക്കുന്ന കൊടും ക്രൂരതയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 40,000 കടന്നു. 92,000-ലേറെ പേർക്ക് പരിക്കേറ്റു. അതിനിടെ ഹമാസ് ബന്ദികളാക്കിയ 6 പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തതായി ഇസ്രായേൽ സേന അറിയിച്ചു. തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ കഴിഞ്ഞ രാത്രി നടത്തിയ ആക്രമണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെടുത്തതെന്നും സേന വ്യക്തമാക്കുന്നു. അതേസമയം ബന്ദികളിൽ ചിലർ ഇസ്രായേൽ സേനയുടെ ബോംബിങ്ങിൽ കൊല്ലപ്പെട്ടതായും ഹമാസ് പറഞ്ഞു. ജീവനോടെയുള്ള ബന്ദികളുടെയും മരിച്ചവരുടെ മൃതദേഹങ്ങളും തിരിച്ചെത്തിക്കാൻ ഇസ്രായേൽ എല്ലാ ശ്രമവും നടത്തുമെന്ന് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. 109 ബന്ദികൾ കൂടി ഗസയിൽ ശേഷിക്കുന്നുവെന്നാണ് ഇസ്രായേലിന്റെ കണക്ക്. ഇതിനിടെ ബന്ദികളെ തിരിച്ചെത്തിക്കാനുള്ള അവസരങ്ങൾ ഇസ്രായേൽ സർക്കാർ അട്ടിമറിച്ചെന്ന് ബന്ദികളുടെ ബന്ധുക്കൾ ആരോപിച്ചു. അതേസമയം വെടിനിർത്തൽ പദ്ധതിയുടെ വ്യവസ്ഥകൾ US മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ ഇസ്രായേലിനോട് അന്ധമായ ചായ്വ് കാട്ടുകയാണെന്നും ഹമാസ് പറഞ്ഞു. വെടിനിർത്തലിൽ നിന്ന് ഫലസ്തീൻ സംഘടന പിന്നാക്കം പോകുന്നുവെന്ന ബൈഡന്റെ ആരോപണം തെറ്റിദ്ധാരണാജനകമാണെന്നും ഹമാസ് വ്യക്തമാക്കി. ഇതിനിടെ ബൈഡൻ ഭരണകൂടത്തിന്റെ ഇസ്രായേൽ പക്ഷപാതത്തിനെതിരെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ദേശീയ കൺവെൻഷൻ നടക്കുന്ന ഷിക്കാഗോയിൽ വൻ പ്രതിഷേധ റാലി നടന്നു. പ്രതിഷേധക്കാർ പോലീസുമായി ഏറ്റുമുട്ടി. നിരവധി പേരെയാണ് അറസ്റ്റ് ചെയ്തത്.